ഇസ്മുല്ലാഹിൽ അഅ്ദം, അള്ളാഹുവിൻ്റെ അതിമഹനീയവും ഏറ്റവും മഹത്തരവുമായ നാമം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു നാമം പ്രത്യേകം പ്രസ്താവ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇസ്മുല്ലാഹിൽ അഅ്ദം, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമം, ആ നാമം കൊണ്ട് ദുആ ചെയ്താൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം പറഞ്ഞു, ഇദാ ദുഇയ ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅത. ആ നാമം കൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് ജവാബ് നൽകും, ഉത്തരം നൽകും. ആ നാമത്തെ മുൻനിർത്തിയും അള്ളാഹുവിനോട് യാചിച്ചാൽ, ചോദിക്കുന്നത്, യാചിക്കുന്നത് അള്ളാഹു നൽകുകയും ചെയ്യും. അപ്പോൾ ഇസ്മുല്ലാഹിൽ അഅ്ദം, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമം, അതിന് മഹത്തുണ്ട്, അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങൾക്കും മഹത്വമുണ്ട്, എല്ലാ നാമങ്ങൾക്കും പ്രത്യേകത ഉണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും അത്യുത്തമമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. എന്നാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചില നാമങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശ്രേഷ്ഠമാണ് എന്നുള്ളത് തെളിവുകൾ അറിയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇസ്മുല്ലാഹിൽ അഅ്ദം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വകമാ അന്ന അസ്മാഅഹു വസിഫാതിഹി മുതനവ്വിഅത്തുൻ ഫഹിയ അയ്ളൻ മുതഫാദില കമാ ദല്ല അലാ ദാലികൽ കിതാബു വസ്സുന്നത്തു വൽ ഇജ്മാഉ മഅൽ അഖ്ൽ. അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും മുതനവ്വിഅത്തുൻ, അത് വ്യത്യസ്തങ്ങളാണ്, ഭിന്നങ്ങളാണ്. അള്ളാഹ്ക്ക് പല നാമങ്ങളാണ്, അതേപോലെ അള്ളാഹുവിന് പല വിശേഷണങ്ങളാണ്. ഇതുപോലെ ഫഹിയ അയ്ളൻ മുതഫാദില, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുതഫാദിലത്താണെന്ന് പറഞ്ഞാൽ ചിലത് ചിലതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അത് കമാ ദല്ല അലാ ദാലികൽ കിതാബ്, വിശുദ്ധ ഖുർആൻ അറിയിച്ചിട്ടുണ്ട്, വസുന്ന, സുന്നത്ത് അറിയിച്ചിട്ടുണ്ട്, വൽ ഇജ്മാ മഅൽ അഖ്ൽ, ഇജ്മാഉ അറിയിച്ചിട്ടുണ്ട്, ബുദ്ധിയുടെ തേട്ടം അത് അറിയിക്കുന്നതോടൊപ്പം. അപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞതെല്ലാം ഒരേപോലെയാണ്, എല്ലാം അത്യുത്തമമാണ്, ഒരുപോലെ. പക്ഷേ തെളിവുകൾ അറിയിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ അതൊന്നൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ്.